أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, തുഹഫയുടെ 27ാമത്തെ സബഖ് മുഖദ്ദിമ അവസാനിക്കാൻ പോവുകയാണ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിന്റെ തവക്കുലുകളാണ്, ദുആകളുമാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത്. വഅലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ മാത്രം, അൽ കരീമി, മാന്യനായ, ഇഅ്തിമാദി, എന്റെ ചാരണം കൊള്ളൽ, വഇലൈഹി, അവനിലേക്ക് മാത്രമാണ്, തഫ്വീദി, എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കൽ, വഇസ്തിനാദി, അവനിലേക്ക് മാത്രമാണ് എന്റെ ചാരലും മുഴുവനും, വഅസ്അലുഹു നഫഅ ബിഹി, ഈ കിതാബ് രചന കൊണ്ട് ഉപകാരം ലഭിക്കലിനെ അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. ലീ, എനിക്കും, വലിസാഇൽ മുസ്ലിമീന, മറ്റു അവശേഷിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും, വറിദ്വാനുഹു, അല്ലാഹുവിന്റെ പൊരുത്തത്തെ ഞാൻ ചോദിക്കുന്നു. അന്നി, എന്നെ തൊട്ടും, വഅനഹിബായി, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹിതന്മാരെ തൊട്ടും, വജമീഉൽ മുഅ്മിനീന, സർവ മുഅ്മിനീങ്ങളെ തൊട്ടും. ഇതിന്റെ വിശദീകരണം ബഹുമാനപ്പെട്ട ഷാരിഹ് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ വിശദീകരിക്കുന്നു. വഅലല്ലാഹി എന്ന് പറഞ്ഞിട്ട് ലാ ഗൈരിഹി, അല്ലാഹു അല്ലാത്തവരുടെ മേലല്ല, അല്ലാഹുവിന്റെ മേൽ മാത്രമേ ഉള്ളൂ. അൽ കരീമി, മാന്യൻ എന്ന് പറയുമ്പോൾ ബിൻ നവാൽ, കൊടുക്കൽ കൊണ്ട്, ഖബല സുആലി, ചോദിക്കുന്നതിന്റെ മുമ്പ് തന്നെ കൊടുക്കുന്നവനാണ് അല്ലാഹ്. അങ്ങനെ കൊടുക്കൽ കൊണ്ടാണ് അല്ലാഹുവിന്റെ മാന്യതയുള്ളത്. ഔ മുത്ലഖൻ, അല്ലെങ്കിൽ എന്താണ്, കൊടുക്കുന്നു, അല്ലാഹു തആല കൊടുക്കുന്നു, അല്ലാത്തത് കൊണ്ടും ഒക്കെ മാന്യൻ അല്ലാഹു തആല. രണ്ട് വിധത്തിലാണ്, മുഖയ്യദായിട്ടും മുത്ലഖായിട്ടും ഉണ്ട് അല്ലാഹുവിന്റെ മാന്യതയെ കുറിച്ച് വിശദീകരിച്ചത്. ഫമിൻ സമ്മ, ഇക്കാരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ മാന, മുത്ലഖായ ഒരു മാന, ആ മുത്ലഖായിരിക്കുന്ന മാനയെ ഉദ്ദേശിക്കുക എന്ന കാരണത്തിന് വേണ്ടി ഫസ്സറ, ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു. എന്തുകൊണ്ട്? ബി അന്നഹു, നിശ്ചയമായിട്ടും, കരീം, അല്ലദീ, ഒരുവനാണ്, അമ്മ അതാഹു, ആ ഒരുത്തന്റെ കൊടുതി ഉൾപ്പെടുത്തിയിരിക്കുന്നു, ജമിയ ഖൽഖിഹി, അവന്റെ സർവ സൃഷ്ടികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു, ബിലാ സബബിൻ മിൻഹും, ആ സൃഷ്ടികളിൽ ഒരു കാരണവുമില്ലാതെ അള്ളാഹുവിന്റെ ഓശാരമായി അള്ളാഹു തആല കൊടുത്തു. അങ്ങനെ അതെല്ലാവർക്കും എന്തായി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വിശദീകരണം കരീമിന് ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഫതഫ്സീറുഹു ബിൽ അഫ്വി അവിൽ അലി ബഈദുൻ, അല്ലാഹു തആല മാന്യനാണ്, അഫ്വ് കൊണ്ട് മാന്യനാണ്, അലി കൊണ്ട് മേലെയാവുക എന്നതുകൊണ്ടുള്ള മാന്യനാണ് എന്ന തഫ്സീർ. ബഈദുൻ, അത് വിദൂരത്താണ്. അത് വിദൂരത്താണ്. അപ്പൊ ഏറ്റവും നല്ല വിശദീകരണം മുമ്പ് പറഞ്ഞ വിശദീകരണമാകുന്നു. അഫ്വ് കൊണ്ട് വിടുതി ചെയ്യുക, മേലെയാവുക എന്നതുകൊണ്ടുള്ള ആ തഫ്സീർ പറ്റുമെങ്കിലും അതത്ര ഖരീബല്ല, ബഈദാണ്. ഇഅ്തിമാദീനുണ്ട്, ഞാൻ ചാരണം കൊള്ളുന്നത് അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ്. എന്താണ് ഇഅ്തിമാദി? എന്റെ ബിഅൻ യുഖ്ദിറനി അലാ ഇത്മാമിഹി, ഞാൻ കരുതിയതായ ആ ഗ്രന്ഥം പൂർത്തീകരിക്കലിന്റെ മേലിൽ അള്ളാഹുവിന് കഴിവ് നൽകുക എന്നതുകൊണ്ടാണ് ഇഅ്തിമാദ്. ഏതുപോലെ കമാ അഖ്ദറനി അല ശുറൂഇ ഫീഹി, ആ മുഖ്തസറായിരിക്കുന്ന കിതാബിനെ രചിക്കുന്ന കാര്യത്തിൽ പ്രവേശിക്കുക, പ്രവേശനത്തിന്റെ മേൽ അള്ളാഹ് എനിക്ക് കഴിവ് നൽകിയല്ലോ, അതുപോലെ പൂർത്തീകരിക്കലിന്റെ മേലും കഴിവ് നൽകുക എന്നതുകൊണ്ടാണ് എന്റെ ഇഅ്തിമാദ്. അങ്ങനെ ഇഅ്തിമാദ് ചെയ്താൽ കിട്ടുന്ന കാരണം എന്താ? ഇന്നഹു, നിശ്ചയമായിട്ടും, അല്ലാഹു തആല ലാ യറുദ്ദു, തട്ടൂല, മനി ഇഅ്തമദ അലൈഹി, അല്ലാഹുവിന്റെ മേൽ ആരാണോ ഇഅ്തിമാദ് ചെയ്തതെങ്കിൽ ആ ഇഅ്തിമാദ് ചെയ്തവനെ തട്ടൂല, അവൻ അതിനു വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. വബിഹാദ, ഈ പറഞ്ഞതിലുണ്ട് ഇഅ്തിമാദി എന്നൊക്കെ പറഞ്ഞല്ലോ. അലല്ലാഹിൽ കരീം ഇഅ്തിമാദി കല്ലദീ സബഖ, മുമ്പ് പറഞ്ഞ ഒന്നുപോലോത്തത് ഇവിടെയുമുണ്ട്. പോലെ ഇവിടത്തിലുണ്ട് ഈദാനും ബിസ്സബഖി വൽഇൽ ഖുതുബ,
ഒരു മുഖപുര വെക്കുക, ആ വെക്കൽ മുൻകടക്കുക എന്നതുകൊണ്ടുള്ള ഒരു അറിയിക്കൽ ഇവിടെയുണ്ട്. അപ്പൊ ഒരു മുഖപുരയിലൊക്കെ ഇതൊക്കെ പറയാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഇലൈഹി അള്ളാഹുവിലേക്ക് മാത്രമാണ്, ലാ ഇലാഹ ഗൈരിഹി അള്ളാഹു അല്ലാത്തവരിലേക്കില്ല. തഫ്വീള് എന്റെ ഏൽപ്പിക്കലൊക്കെ അവരിലേക്ക് മാത്രമാണ്. തഫ്വീള് എന്ന് പറയുന്നത് എന്തിൽ നിന്ന് പോകുന്നതാണ്? മിൻ ഫവ്വള അംറഹു ഇലൈഹി ഇദാ റദ്ദഹു. ഒരു കാര്യം അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ എന്തായി തട്ടി, അങ്ങനെ തട്ടുന്ന അവസരത്തിൽ അവരിലേക്ക് ആ കാര്യത്തെ എന്തായി ഏൽപ്പിച്ചു കൊടുത്തു എന്നർത്ഥം വരാറുണ്ട്. ആ ഫവ്വളയിൽ നിന്നുള്ളതാണ് തഫ്വീള്. അപ്പൊ എന്റെ എല്ലാ കാര്യം അള്ളാഹുവിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതെന്തിനാ ഏൽപ്പിക്കുന്നത്? റിളംബി ഫിഅലിഹി അള്ളാഹുവിന്റെ പ്രവൃത്തി കൊണ്ട് പൊരുത്തപ്പെട്ടതിന് വേണ്ടി, വഇത്തിഖാദലി കമാലിഹി അള്ളാഹുവിന്റെ കമാലിയത്തിനെ വിശ്വസിച്ചതിന് വേണ്ടിയുമാണ് ഈ കാര്യമൊക്കെ അള്ളാഹുവിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്. വഇസ്തിനാദി ഫീ ദാലിക വഗൈരിഹി. അങ്ങനെ ഈ കിതാബിനെ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കിതാബ് പൂർത്തീകരിക്കാനുള്ള കഴിവ് നൽകാതല്ലേ? അതിലും അതല്ലാത്തതിലുമൊക്കെ എന്റെ ചാരണവും എന്റെ ഇസ്തിനാദൊക്കെ ആരിലേക്ക് മാത്രമാണ്? അള്ളാഹുവിലേക്കാണ്. ആ ഇസ്തിനാദ് അള്ളാഹുവിലേക്ക് വെച്ചാൽ എന്താ ഗുണം? വൈനോ നിശ്ചയമായിട്ടും കാര്യം ലാ യുഹയ്യിമു മനിസ്തനദ ഇലൈഹി. അള്ളാഹുവിലേക്ക് ഇസ്തിനാദ് ചെയ്ത ഒരാൾ അള്ളാഹു തആല വെറുതെയാക്കി മടക്കി വിടൂല, ഹായിബാക്കൂല. അള്ളാഹുവിലേക്ക് ഇസ്തിനാദ് ചെയ്താൽ ആ ആളെ അവൻ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യും. വൽ ഇഅ്തിമാദു വൽ ഇസ്തിനാദു. പിന്നെ ഇവിടെ രണ്ട് കാര്യം പറയുന്നത്, ഇഅ്തിമാദിന്റെയും ഇസ്തിനാദും. ഇത് രണ്ടും ഒന്നല്ലേ എന്നവര്, അതപ്പോ ചർച്ച. വൽ ഇഅ്തിമാദു വൽ ഇസ്തിനാദു, ഇത് രണ്ടും യസിഹു ശരിയാവാൻ യുദ്ധ വാദിക്കല് തറാദുഹുമ. ഇവിടെ ഇഅ്തിമാദും ഇസ്തിനാദ് രണ്ടും മാനയിൽ ഒന്നാണ്, ലഫ്ള് രണ്ടാണെങ്കിലും എന്നൊരു വാദം. ഇങ്ങനെ തറാദുഹു യോജിച്ചതാണെന്ന് വാദിക്കാൻ പറ്റും. വഇന്നൽ ഇഅ്തിമാദ അഖസ്സു. എന്നാൽ ഇസ്തിനാദിനേക്കാളും ഇഅ്തിമാദ് അഖസ്സാണ്. എന്താണ് ഇഅ്തിമാദ്? ഈ കിതാബ് പൂർത്തീകരിക്കുന്നതിന് മേൽ കഴിവ് നൽകാന്നേ ഉള്ളൂ. ഇസ്തിനാദാകുമ്പോ അതിലും അതിലല്ലാത്തതിലുമുണ്ട്. വലമ്മ തമ്മ റജാഉഹു ബി ഇജാബത്തി സുആലിഹി. അല്ലാഹു തആലാനോട് ചോദിച്ചു, ആ ചോദ്യത്തിന്റെ ഉത്തരം നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്കുള്ള റജാ താമായത്. അങ്ങനെ മഹാനവറുകളുടെ റജാ താമായപ്പോൾ ഖദ്ദറ ബഹുമാനപ്പെട്ടവർ സങ്കൽപ്പിച്ചു, വുഖൂഅ മത്ലൂബിഹി. മഹാനവറുകൾ തേടിയ ഒരു കാര്യമുണ്ട്, ആ തേടപ്പെട്ടത് ഇവിടെ സംഭവിച്ചു എന്നതിനെ സങ്കൽപ്പിച്ചു. അങ്ങനെ സങ്കൽപ്പിച്ചു കൊടുത്തപ്പോ വഖാല ബഹുമാനപ്പെട്ടവര് പറയുന്നു, അസ്അലുകുന്നം അബിഹി. ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു ഇതുകൊണ്ടുള്ള ഉപകാരത്തെ. ഇതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈലിഫിഹി, ഈ മുഖ്തസർ എന്ന് പറയുന്ന കിതാബിനെ രചിക്കൽ കൊണ്ടുള്ള ഉപകാരത്തെ. എന്തുകൊണ്ട്? ബിനിയ്യത്തിൻ സ്വാലിഹത്തിൻ, നല്ലതായിരിക്കുന്ന ഒരു കരുത്തുകൊണ്ടാണ് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത്. നല്ല രൂപത്തിലാണ് ഈ കിതാബ് രചിക്കുന്നത്. അപ്പൊ നല്ല നിയ്യത്തും വെച്ച് ഈ കിതാബ് രചിക്കുന്നു. ആ കിതാബിന്റെ ഉപകാരം അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഉപകാരം ആർക്ക് വേണം? ലീ, എനിക്ക്. എവിടെയാണ് ഈ ഉപകാരം? ആഖിറത്തി, ആഖിറത്തിലാണ് ഉപകാരം, ദുനിയാവിലല്ല. ദുനിയാവിലും ആഖിറത്തിലും വേണം, ആഖിറത്തിൽ പ്രത്യേകിച്ചും വേണം. കാരണം ആഖിറത്തിലേക്ക് ഇതിന്റെ ഉപകാരം വെക്കാൻ ഇതില്ല മുഅവ്വല ഇല്ല അലാ നഫഇഹ. ആഖിറത്തിലുള്ള ഉപകാരത്തിന്റെ മേലല്ലാതെ ചാരപ്പെടുക എന്നുള്ളത് ഇല്ലല്ലോ. അവിടെ ഉപകാരം കിട്ടുന്ന കാര്യമല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വലിസാഇൽ മുസ്ലിമീന, മറ്റു മുസ്ലിങ്ങൾക്കും ഇതിന്റെ ഉപകാരത്തെ അല്ലാഹു ചോദിക്കുന്നു. ഐ ബാഖീഹി, മറ്റു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അവശേഷിക്കുന്ന മരിച്ചുപോയവർ എന്നല്ല, ഇവിടെ അവശേഷിക്കുന്നവർ. അല്ലെങ്കിൽ ലൗ ജമീഇഹിം, അവരെല്ലാവരും ഉൾപ്പെടുത്തവർക്ക് എല്ലാവർക്കും. സാഇർ എന്ന് പറയുന്നത് എന്തിൽ നിന്ന് പോകുന്നതാണ്? മിന സുഅരി, സുഅർ അല്ലെങ്കിൽ ലൗ സൂരിൽ ബലദി, ഒരു നാടിന്റെ അടയാളം, അതിർത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് സാഇർ എന്നത്. എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഉപകാരം ലഭിക്കലും? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിന് തോന്നിപ്പിച്ചു കൊടുക്കുക, ഈ രചിച്ചതായിരിക്കുന്ന ഈ ഗ്രന്ഥം കൊണ്ടുള്ള ശ്രദ്ധയെ. അത് എന്തുകൊണ്ടൊക്കെ ആവാമല്ലോ? മുജറദി കിതാബത്തിൻ, ആ ഗ്രന്ഥത്തെ എഴുതുക മാത്രം കൊണ്ടാവാം. വനഖിലിൻ, അതുപോലെ തന്നെ ഈ കിതാബിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉദ്ധരിച്ചു കൊടുക്കലാവാം. വഖഫിൻ, ഈ കിതാബ് എടുത്തിട്ട് പള്ളിയിലോ മദ്രസയിലോ എവിടെയെങ്കിലും കൊണ്ട് വഖഫ് ചെയ്യുക, ഉപകാരം കിട്ടാൻ. ഇങ്ങനെയൊക്കെ ആവൽ കൊണ്ടാവാലോ ഈ ശ്രദ്ധിക്കല്. അങ്ങനെ ശ്രദ്ധ അല്ലാഹു തആല ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്താൽ ഉപകാരമായല്ലോ. പിന്നെ വനഫ്ഉഹും യസ്തൽസിമു നഫഅഹു,
മറ്റു മുസ്ലിങ്ങൾ എല്ലാവരും ഈ കിതാബ് കൊണ്ടുള്ള ഉപകാരമെടുക്കുമ്പോൾ ആ ഉപകാരം ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർ രചിച്ചതിന്റെ ഉപകാരത്തെ ലാസ്യമാക്കുന്നുണ്ടല്ലോ. കാരണം എന്താണ്? അന്നഹു നിശ്ചയമായിട്ടും ഇമാം നബവി റളിയല്ലാഹു തആല രചന അസ്സബബു ഫീഹി മറ്റു മുസ്ലിങ്ങൾ ഉപകാരത്തിലുള്ള കാരണം അതല്ലേ. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ ആ ഉപകാരം ഇതിൽ ലാസ്യമാക്കുന്നുണ്ടല്ലോ. വരിദ്വാനുഹു അന്നീ വഅൻ അഹിബ്ബായി അഹിബായി എന്നല്ല തശ്ദീദി ശബ്ദ കൊണ്ട് അഹിബായി എന്ന് വായിക്കണം. വൽ ഹംസയുമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മയ്യുഹിബ്ബൂനി വഉഹിബ്ബുഹും, അവർ എന്നെ ഇഷ്ടം വെക്കുന്നു, ഞാൻ അവരെയും ഇഷ്ടം വെക്കുന്നുണ്ട്. വഇല്ലം യഅതി സമനുഹും, ഞാൻ ഇഷ്ടം വെക്കുന്ന ആൾക്കാരുടെ കാലം ഇവിടെ വന്നിട്ടില്ല എങ്കിലും എന്റെ പിറകിലായിരിക്കാം. അങ്ങനത്തെ കാലക്കാരാണെങ്കിൽ പോലും ഞാൻ അവരെ ഇഷ്ടം വെക്കുന്നു, അവർ എന്നെയും ഇഷ്ടം വെക്കുന്നു. അങ്ങനത്തെ എല്ലാവരെ തൊട്ടും അള്ളാഹുവിന്റെ പൊരുത്തത്തെ ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് കാലം വന്നിട്ടില്ല എങ്കിലും അങ്ങനെ പറയാൻ കാരണം അന്നോ നിശ്ചയമായിട്ടും കാര്യം എപ്പോഴും അത്യാവശ്യമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടം വെക്കലുമില്ല മനിത്തസവികമാൽ പരിപൂർണത കൊണ്ട് സുവിശേഷം ലഭിച്ചവരാരൊക്കെയുണ്ടോ അവരെല്ലാവരെയും ഇഷ്ടം വെക്കണം അള്ളാന്റെ മാർഗത്തിൽ. സാബിഖൻ വലായഖൻ, മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരതുണ്ട്, ഇപ്പോഴുള്ള ആളുകളുമുണ്ട്, അഥവാ ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇവരെല്ലാവരെയും എന്ത് വേണമെന്നറിയാമോ? ഇഷ്ടം വെക്കണം അള്ളാന്റെ മാർഗത്തിലായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കാലം വന്നിട്ടില്ല എങ്കിലും ഞാൻ അവർ ഇഷ്ടം വെക്കുന്നു എന്ന് പറയാൻ കാരണം. വജമീഉൽ മുഅ്മിനീന, സർവ്വ മുഅ്മിനീങ്ങളെ തൊട്ടുള്ള പൊരുത്തത്തെയും അല്ലാഹു ഞാൻ ചോദിക്കുകയാണ്. വജമീഉൽ മുഅ്മിനീന ഫീഹി പറഞ്ഞതിലുണ്ട് തക്രീറു ദുആഇ, ദുആയെ ആവർത്തിക്കലുണ്ട്. ലിൽ ബഅദി, ബഅദിന് അല്ലദി, എങ്ങനത്തെ ബഅദ് ഹുവ മിൻഹും, ആ ബഅദ് ഈ മുഅ്മിനിൽപ്പെട്ടവരാണ്. അപ്പൊ ആ ബഅദ് മുഅ്മിനിൽപ്പെട്ടവരായിരിക്കെ അവർക്ക് കൂടെയുള്ള ആ ദുആ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഇതില്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ്? വൽ ഇസ്ലാം വൽ ഈമാൻ. ആദ്യം പറഞ്ഞത് വസാഇൽ മുസ്ലിമീന, അത് ഇസ്ലാമാണ്. ജമീഉൽ മുഅ്മിനീന എന്ന് പറയുമ്പോൾ ഈമാനുമാണ്. അപ്പൊ ഇസ്ലാം ഈമാൻ ഇത് രണ്ടുമാകുന്നത് ത്വാലബീമാ ബൈനഹുമാ, ഈമാൻ ഇസ്ലാം ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാര്യത്തിൽ നീണ്ടുപോയിട്ടുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിലുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിൽ നീണ്ടുപോയിട്ടുണ്ടാവുന്ന എന്തിനാലാണ്? മിനൻ നിസബി, ബന്ധം. ഈമാനും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താകുന്നു? ആ ബന്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന സംഗതി നീണ്ടുപോയിട്ടുണ്ടെന്നാൽ കലാമോ സംസാരം. അപ്പൊ അത് രണ്ടിന്റെയും ഇടയിലുള്ള നിസ്ബയെ കുറിച്ചുള്ള സംസാരം അധികം നീണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നീണ്ടുപോയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈമാനും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്താ നമുക്ക് ചർച്ച. വൽഹഖ്, യഥാർത്ഥമാകുന്നത് അന്നഹുമാ മുത്തഹിദാനി, ഈമാനും ഇസ്ലാമും എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. മാ സിദ്ഖൻ, ഈമാൻ എന്ന് പറയാൻ പറ്റുന്നോടത്ത് ഇസ്ലാം എന്ന് പറയാം, ഇസ്ലാം എന്ന് പറയാൻ പറ്റുന്നോടത്ത് ഈമാനും പറയാൻ രണ്ടും തന്നെയാ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇതില്ലാ യൂജദു ശർഅൻ മുഅ്മിനുൻ ഗൈറു മുസ്ലിമിൻ വലാ കിസുഹു, ശർഇന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം അല്ലാത്തൊരു മുഅ്മിനെ കിട്ടൂല, മുഅ്മിനല്ലാത്തൊരു മുസ്ലിമിന് കിട്ടൂല. അതുകൊണ്ടാണ് രണ്ടും ഒന്നെന്ന് പറയുന്നത്. വമൻ ആമന ബിഖൽബിഹി വതറക തലഫുള ബിലിസാനിഹി മാ ഖുദ്റതിഹി അലൈഹി, ഖൽബ് കൊണ്ട് ഒരാൾ വിശ്വസിച്ചു, നാവ് കൊണ്ട് മൊഴിയാൻ കഴിവുണ്ടായിരിക്കുക, കഴിവുള്ളതോടുകൂടെ നാവ് കൊണ്ട് മൊഴിഞ്ഞില്ല, നാവ് കൊണ്ടുള്ള മൊഴിച്ചിൽ ഉപേക്ഷിച്ചു. എന്നാൽ ഇവനെ കുറിച്ച് എന്താ ചർച്ച? നഖറൽ മുസന്നിഫു, ഇമാം നബവി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നു, അൽ ഇജ്മാ അലാ തഖ്രീരിഹി ഫിന്നാർ, ഇങ്ങനെയുള്ള ആൾ നരകത്തിൽ ശാശ്വതമാണ് എന്നതിന്റെ മേൽ ഇജ്മാ ആണെന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഈമാനുള്ളവർ എന്ത് വേണം? മൊഴിയണം. മൊഴിയാൻ കഴിവുണ്ടെങ്കിൽ മൊഴിയണം, മൊഴിഞ്ഞിട്ടില്ല അപകടമാണ്. ഇങ്ങനെ മുസന്നിഫ് ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും ലാക്കിന്നെങ്കിലും മുസന്നിഫ് അവർക്ക് ഇത്റാദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ബി അന്നക്ക് സരീന, നിശ്ചയമായിട്ടും ബഹുഭൂരിഭാഗം, ബൽ എന്നല്ല അൽ മുഹഖിഖീന, തഹഖീഖിന്റെ പണ്ഡിതന്മാർ അലാ ഖിലാഫിഹി, പറഞ്ഞ നേരെ എതിരാണ്. അപ്പോ എന്താണ് പറഞ്ഞത്? എതിര് രണ്ടും മുഖത്തലിബാനി മഫ്ഹൂമൻ, അർത്ഥത്തിൽ അത് രണ്ടും എതിരാണ്. അതന്നെയാണ് ഇവിടെ മുത്തഹിദാനി എന്നല്ലേ പറഞ്ഞു. ആ പറഞ്ഞ എതിരാണ്. അധിക പണ്ഡിതന്മാരും തഹഖീഖിന്റെ പണ്ഡിതന്മാരും പറയുന്നത് ഈമാനും ഇസ്ലാമും രണ്ടും രണ്ടാണ്. മഫ്ഹൂമൻ, അർത്ഥത്തിൽ, ആശയത്തിൽ, ലഫ്ളില് പത്താലും മാനിയിൽ എതിരാണ്. കാരണം എന്താ?
ഇത് മഫ്ഹൂമുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ അർത്ഥം അൽ ഇസ്തിസ്ലാമു വൽ ഇൻഖിയാദു, വഴിപ്പെടുക, അനുസരിക്കുക എന്നുള്ളതാണ്. വമഫ്ഹൂമുൽ ഈമാനി അത്തസ്ദീഖ് വൽ ജാസിമു ബികുല്ലി മാ ഉലിമ മജിഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹി ലിദ്ദറൂറത്തി ഇജ്മാലൻ ബിൽ ഇജ്മാലി വതഫ്സീലൻ ബിതഫ്സീലി ഹാദാ. എന്താ പറഞ്ഞത്? ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാസ്തവമാക്കുക, ഉറപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഏതെല്ലാം കാര്യമുണ്ടോ അതുകൊണ്ട് മുഴുവനും ലറൂറിയായി തന്നെ എന്ത് വേണം? വാസ്തവമാക്കുക, ഉറപ്പിക്കുകയും വേണം. അത് മൊത്തത്തിൽ വിശ്വസിക്കേണ്ട കാര്യത്തിൽ മൊത്തമായിട്ടും വിശദമായി വിശ്വസിക്കേണ്ട കാര്യത്തിൽ വിശദമായിട്ടും എന്നുള്ളതാണ് ഈമാന്റെ അർത്ഥം. അപ്പൊ ഇത് രണ്ടും ലഫ്ദിൽ ഒന്നാക്കി കൂട്ടിയാലും ആശയപരമായിട്ട് ലഫ്ദ് രണ്ടാണ്, അതോടൊപ്പം തന്നെ അർത്ഥത്തിലും എന്താ അത് രണ്ടും ഒന്നല്ല, വൈരുദ്ധ്യമുണ്ട്, എതിരാണ് എന്നുള്ളതാ. ഹാദാ ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കി പിടിച്ചെടുത്തോ. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് പ്രകാരം ഇതാ നമ്മുടെ മുഖദ്ദിമ കഴിഞ്ഞു. ഇനി നമ്മുടെ വിഷയത്തിലേക്കാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് നാളെ നമ്മുടെ തുഹ്ഫയിലുള്ള കിതാബുമായുള്ള വിഷയവുമായുള്ള അവതരണമായി നാളെ നമുക്ക് പ്രത്യക്ഷപ്പെടാം. കിതാബ് തുടങ്ങുന്നത് കിതാബ് അഹ്കാമി ത്വഹാറത്തി എന്നുള്ള അധ്യായമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അവന്റെ മഹലായ ഫദ്ല് കൊണ്ട് പുറത്തു തരട്ടെ. അല്ലാഹു ദീർഘകാലം ഇൽമ പഠിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇൽമുകളിൽ ബർക്കത്തും ഉപകാരവും ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.